എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീക്കെൻഡാണ്, തേഴ്സ്ഡേ ആണ്, ഫ്രൈഡേ ആണ്. നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു 11:30 ഒക്കെ ആയി. രാവിലെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഇപ്പോഴാണ് എല്ലാം റെഡി. നമ്മൾ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് അല്ലേ, നമ്മൾ ഇനി ഒരു വീഡിയോക്ക് പ്രൊമോഷൻസ് ഒന്നും ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ എൻ്റെ സ്റ്റാറ്റസ് ഇടില്ല, ആ പരിപാടിയൊക്കെ നിർത്തി. സോ നമ്മൾ അറിഞ്ഞൂടാത്തവർക്ക്, എൻ്റെ പേര് നിശാന്ത് എന്നാണ്. ഇത് എൻ്റെ വൈഫ് നീഷ്മ. വേദന പരിചയപ്പെടും. ഇത് ഞങ്ങളുടെ കുട്ടി വേദ. ഓക്കെ, അപ്പോൾ നമ്മൾ ഖത്തറിൽ വർക്ക് ചെയ്യുവാണ്. ആക്ച്വലി നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുവാണ് ഖത്തറിൽ. നമ്മൾ ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി 1-2 വീഡിയോസ് ഒക്കെ. ഇപ്പൊ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3 months കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച ആവുന്നുള്ളൂ. അപ്പൊ നമ്മള് എന്തായാലും വീക്കെൻഡിൽ എവിടെയെങ്കിലും ഒക്കെ പോകും. അപ്പൊ അത് ജസ്റ്റ് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തങ്ങ് ഇടാന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പൊ. 2026 വരെ നമ്മൾ എന്തായാലും ഒരു വീക്ക്ലി ഒരു 3 വീഡിയോ എങ്കിലും വെച്ച് ഇടണമെന്നൊരു ആഗ്രഹത്തിലാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഓക്കെ ഹീനത്ത് സൽമ ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലേക്കാണ്. വലിയ ഐഡിയ ഇല്ല, നമ്മൾ അതിനെ കുറിച്ച് ഒന്നും നോക്കിയിട്ടില്ല. ഫ്രീ എൻട്രി ആണെന്ന് അറിയാം, ഗ്രീനറി ഒക്കെ ഉണ്ടെന്ന് അറിയാം, കുറച്ച് ആനിമൽസ് ഉണ്ടെന്ന് അറിയാം. സോ ഇവിടുന്ന് ഞങ്ങളിങ്ങനെ കണ്ടിട്ട് അങ്ങനെ നോക്കാണ്. ആ റീലിൽ അങ്ങനെ വലിയ ഇൻഫർമേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ പറയാനില്ല. ഇവിടുന്ന് വലിയ ഡ്രൈവും ഇല്ല, ഒരു 30-40 മിനിറ്റ്സിന്റെ ഡ്രൈവേ ഉള്ളൂ. സോ വേദിനൊന്ന് ഉറക്കണം. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി. ഓക്കെ, വേദിക്ക് ഇറങ്ങണ്ടെന്ന് പറ. അങ്ങനെ നമ്മളൊരു വക്കൂത്ത് പമ്പിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. വക്കൂത്തിൽ തന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും കടകളും ഒക്കെ ഉണ്ട്. വേദയുടെ പാമ്പേഴ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഉറക്കം എണീറ്റ് വേദ. ഇത് കൊള്ളാം, നല്ലൊരു സൗകര്യമുള്ളൊരു സംഭവം വക്കൂത്ത് എന്ന് പറയുന്നത് ഖത്തറിലെ. ഇപ്പം തന്നെ വാഷ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ഉള്ള ഫുള്ള് ടോയ്ലറ്റ് സർവീസ് എല്ലാം ഉണ്ട്. അത്യാവശ്യത്തിന് ഫുഡ് ഐറ്റംസും സലാഡ്സും ഒക്കെ ഉണ്ട് ഇവിടെ കിട്ടുകയാണ്. ഇതിന് 20 റിയാലാണ് ഇതിന് വരുന്നത്. ഓൾമോസ്റ്റ് 18 റിയാൽ, ഓൾമോസ്റ്റ് 500 റുപ്പീസ് വരും. പഫ്സ് കണക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കേക്ക് ഉണ്ട്, ഡോണറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിന് 10 റിയാൽ എന്താ തോന്നുന്നു. നമുക്ക് 8ന്റെ പണി കിട്ടിയിട്ടാണ് ഉള്ളത്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് 3:30 എല്ലാവർക്കും എൻട്രി ഉള്ളതെന്നാണ് അവർ പറയുന്നത്. 3:30 വരെ. അപ്പോൾ നമ്മൾ പോസ്റ്റാണ്. ഇപ്പോൾ 1:30 മണി ആയതേ ഉള്ളൂ. നമ്മൾ KFC വെച്ചിരിക്കുകയാണ്. വിശന്ന് 1:30 കയറാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. KFC നല്ല ടേസ്റ്റാണ് അവിടെ. പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യാം. ഹലോ വേദ. ഓക്കെ, KFC വന്നിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ 33 റിയാലാണ് ആയത്. വേദിക്കുമ്പോൾ സ്വന്തമായിട്ട് പ്ലേറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ലാസ്റ്റ് ഒരു ലുലു പോയപ്പോഴേ 3 months മുമ്പ് ലുലു പോയപ്പം അവിടെ നമുക്ക് KFC എല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ എത്ര രൂപയെന്ന് ഓർമ്മയുണ്ടോ? ഓൾമോസ്റ്റ് 800+ ആയേ. ഇവിടെ നാട്ടിൽ അതേ പൈസയെ കാട്ടി ആക്ച്വലി 100 രൂപ ഇവിടെ കുറവ്. ഇവിടെ ഇപ്പോൾ 700 രൂപ അടുപ്പിച്ചായിട്ടുള്ളൂ. നമ്മൾ ഹീനത്തൽ സൽമ എന്ന് പറയുന്ന ബോർഡ് കണ്ട് കുറേ പേര് ടെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിന്റർ ക്യാമ്പയിൻ ഗൈഡ് ലൈൻസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഖത്തറികളൊക്കെ ഇവിടെ വന്നിങ്ങനെ ടെൻ്റ് അടിച്ച് കണ്ടോ. ഇത് കണക്ക് ഇവിടെ താമസിക്കുന്നുണ്ട്. അധികം ഒന്നും ഉള്ളിലായില്ല, സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു 30 കിലോമീറ്റർ ആയതേ ഉള്ളൂ. Good brother. Yes, tell me. You have reservation? No, we just came directly. Right now we're subbing branch and it's 200. Right now? I'm sorry? നല്ല കാറ്റുണ്ട്. നല്ല വരുന്ന നല്ല തണുത്ത കാറ്റ് അല്ലേ? വേദ വേദയ്ക്ക് ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ഹായ് പറഞ്ഞേ. ഫൈനലി നമ്മൾ എത്തിയപ്പോൾ 4 മണിയായിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്. നമ്മുടെ മൈക്ക് ആക്ച്വലി
നമ്മുടെ ഉണ്ടായിരുന്ന മൈക്ക് 11 Pro Maxലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പഴയ ഐഫോണിന്റെ ജാക്കാണ്. ഒരു മൈക്ക് അത്യാവശ്യമായിട്ട് ഒരു മൈക്ക് വാങ്ങിച്ചല്ലേ, ചെറിയൊരു മൈക്ക് വാങ്ങിച്ചു. പിന്നെ നമ്മൾ വരുന്നത് ഇത് ഫുള്ള് നമുക്ക് കൃഷിക്കാരിലുള്ള കഷ്ടപ്പാടുകളായിരുന്നു. ഇവിടെ 1 മണിയൊക്കെ ആയപ്പോ 12:30 നമ്മൾ എത്തി. അപ്പൊ പറഞ്ഞു 3:30 ഇവിടെ ഓപ്പൺ ആവുള്ളൂ. അപ്പോഴായിരുന്നത് 12:30 ആക്ച്വലി ഒരു ബ്രഞ്ച് 200 റിയാലിന്റെ അത് എടുത്താലേ അപ്പോഴും കയറാൻ പറ്റുള്ളൂ. നമ്മൾ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. സോ 3:30 ആണെങ്കിൽ ഫ്രീ എൻട്രി ആണെന്ന് പോയി 3:30 വരെ എന്ത് ചെയ്യും എന്നറിയാതെ കറങ്ങി അവസാനം ഞങ്ങളുടെ നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോണിന്റെ ചാർജ് തീർന്നു. പിന്നെ ഞങ്ങൾ അതിന്റെ ചാർജർ വാങ്ങിക്കൊണ്ട് വന്ന് അത് കണക്ട് ചെയ്യുമ്പോൾ അത് വർക്ക് ആവുന്നില്ല. ഞാൻ ഇത്രയും നല്ല കാഴ്ചകൾ കാണിക്കുമ്പോഴത്തേക്ക് ഇത് ഈ പറഞ്ഞ ഫുള്ള് ദാരിദ്ര്യമാണല്ലോ. അല്ല, ഞാൻ അനുഭവിച്ച What's that? Where do you like this place? How is it? Animals, we need to walk. You want to see the animals? Okay, let's go. Walk straight. വെറുതെ ആനിമൽസിനെ കാണണ്ടേ? സൂപ്പർ സ്ഥലമല്ലേ ഇത്? എന്താണ്? അല്ലല്ല, അത് വേറെ നമ്മള് ഇതല്ല ആക്ച്വലി മെയിൻ എൻട്രൻസ് എന്ന് തോന്നുന്നു അല്ലേ? മെയിൻ എൻട്രൻസ് നമ്മള് അവിടുന്നാണ് ഇങ്ങോട്ട് റൈറ്റ് എടുത്ത് വന്നത്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ പാക്കേജ് എടുത്ത് വരുന്ന ആളൊക്കെയാണ് അവൈലബിൾ. ഇന്ന് ഫ്രൈഡേ ആയിട്ട് ഒരു പാക്കേജ് ഉണ്ട്, ഒരു ബ്രഞ്ച് ബുഫേ ആയിട്ട് ഇവിടുന്ന് ഓർഗാനിക് ഫുഡ് കൊടുക്കുന്ന ഒരു 200 റിയാൽ ഈച്ചിന് ഒരു പരിപാടി ഉണ്ട്. നമ്മളതൊന്നും എടുത്തില്ല. അർബൻ പോയിന്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് buy 1 get 1 ഫ്രീ ഉണ്ട് കേട്ടോ. നമുക്ക് ചോദിച്ചാലേ ഇവിടെ വീഡിയോ എടുക്കുന്നത് അവിടെ ഇരുന്ന ഫ്രണ്ട് ഇരുന്ന ഇൻഫോയിൽ ഇരുന്ന ആള് പറഞ്ഞു നമ്മൾ വേറെ ആരുടെ വീഡിയോ എടുക്കാൻ പാടില്ല, ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ വീഡിയോയിൽ അവർ വരരുത്. നമ്മള് വീഡിയോ ആളില്ല എടുക്കാൻ പറ്റും. അയാൾ ഉദ്ദേശിച്ചത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിശാന്തനെയൊക്കെ പോലുള്ള ഒരു പെണ്ണുങ്ങളുടെ മുഖത്ത് സൂം ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അനാവശ്യം വന്നുണ്ടാക്കണം. പക്ഷെ ബഹറിൽ നമ്മൾ പോയപ്പോയിരുന്നു കോമഡി. ചുമ്മാ നമ്മൾ എവിടെ വീഡിയോ എടുത്താലും എല്ലാവരും സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽസ് ഒട്ടും അനുവദിക്കുന്നില്ല. ഇതാണോ നീലക്കുറിഞ്ഞി? അക്കി സ്മെല്ലൊന്നും ഇല്ല, ചുമ്മാ പറയല്ലേ. ഇച്ചിരി വേദയ്ക്ക് അക്കി സ്മെല്ലെന്ന് വേദന പുറത്തു നിർത്തിയാലോ? ഇതെന്താ ശരിയല്ല? ഇത് കണ്ണിന് കുളിർമ നൽകുന്ന കണ്ണിന് കുളിർ. ഇതൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കുക. ഈ പാടവും ചില ഭാഗത്ത് ആളുണ്ട്, അകത്ത് ആള് കാണും. അകത്ത് ആരുള്ളടാ, ചുമ്മാ പറഞ്ഞ. അമ്മ ഇത് കീരയാണോ? അല്ലല്ല, ഇതിന്റെ പേര് റുബാർബ് ചാർഡോ. 18 സെപ്റ്റംബർ 18, 2025 ഇത് അവര് കൾട്ടിവേറ്റ് ചെയ്തത്. സെപ്റ്റംബർ 18. വേറൊരു പൂവല്ലേ ഇത്? ഫ്ലവേഴ്സ് ഒക്കെ കാണുന്നുണ്ടോ നീ? ആനിമൽസ് നോക്കി നടക്കാണ്ട് ആനിമൽസ് കാണാൻ പോന്നു. അവിടെ നമുക്ക് ഇരിക്കാം. ഇതൊക്കെ ഇതൊക്കെ ആയിരിക്കും ഇവിടുത്തെ ആനിമൽസിനൊക്കെ കൊടുക്കണേ. തണുക്കണോ? ഇതൊക്കെ സ്വിമ്മിംഗ് പൂൾ. ഇത് അവിടെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ റിസോർട്ടാന്ന് തോന്നുന്നു കേട്ടാമോ. ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് അതിരിക്കുന്നത്. 17 Pro Maxന്റെ സൂം കണ്ട കൊള്ളാം. പക്ഷെ ഇതിന് മറ്റേ ആ ലെൻസ് പ്രൊട്ടക്ടർ കവർ ഇട്ടേക്കുന്നോണ്ട് ഫുൾ ക്ലാരിറ്റി ആക്ച്വലി കിട്ടുന്നില്ല. ബ്ലൂ കളറിൽ വെള്ളം കിട്ടുന്നത്. ഇത് എന്തോ കെമിക്കൽ ബ്ലൂ കളർ പെയിന്റ് അടിച്ചേക്കുവാ. ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്.
എനിക്ക് കളിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അയ്യോ ഒരു കൊച്ചി. ഇവിടെ ഹോഴ്സ് റൈഡും ക്യാമൽ റൈഡും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളത് തിരക്കി നടന്നതാ ഇവിടെ എത്തി. നമ്മൾ വ്യൂ കണ്ടോ നിങ്ങൾ? ശരിക്കും ഒരു വേറെ ഒരു പഴയകാല സിറ്റിയാണ്. പഴയ ടൈപ്പ് ഓഫ് കെട്ടിടങ്ങൾ. നല്ല രസമുണ്ടല്ലേ? ആൾക്കാർക്ക് നല്ല വേറെ ഒരു ഇരിക്കുന്ന സാധനം കണ്ടോ? അത് എന്തിനുള്ളതെന്ന് അറിയോ? ആ കറങ്ങുന്നേ അങ്ങോട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഈ കറങ്ങുന്ന സാധനം എന്തിനുള്ളതെന്ന് അറിയോ? ഈച്ച വരാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാ. ഒരു കണ്ടുപിടുത്തങ്ങളല്ലേ? എന്നാ അത് പഴയ ടെക്നോളജിയാണ്, എന്നാ നമ്മൾ കണ്ടിട്ടില്ലാത്തതുമാണ്. അതെ അതെ. ജസ്റ്റ് കാറ്റിന്റെ സഹായത്തിൽ ഇങ്ങനെ കറങ്ങുവാന്ന് തോന്നുന്നുണ്ടല്ലേ? ആ അത് കാറ്റിന്റെ ഇതിൽ കറങ്ങുന്നേ. ഈച്ച വരുന്നില്ല. ഈച്ച ഉണ്ടാവും, ഫാമല്ലേ. അവിടെ ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. നീ കണ്ടായിരുന്നു? ആളുകൾ വാങ്ങുന്നുണ്ട്. ക്യാമലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് സാധാരണ ലാസ്റ്റ് ടൈം നമ്മളൊരു വ്ലോഗ് ഇട്ടല്ലോ, അത് വേറൊരു ഫാം എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കുറച്ച് അത്ര ഒരു വൃത്തിയൊന്നും ഇല്ലാത്തൊരു ഫാം. അത് പക്ഷേ അതെന്താണ് ഒരുപാട് ഏരിയ ഒക്കെ ആയിട്ട് അത്രയ്ക്ക് സെക്യൂരിറ്റി അങ്ങോട്ടുണ്ട് കേട്ടത്. സെക്യൂരിറ്റിയും കാര്യമൊന്നും ഇല്ലല്ലോ. ഏതാ വാടാ ക്യാമിൽ കയറാടാ വാടാ. ബി കെയർഫുൾ. ഏതാ ക്യാമിൽ കയറാ? ഹാപ്പി ഹാപ്പി എന്ന് പറ. കാപ്പിയൊന്നും ആടുണ്ട്. ഒരു തൊട്ട വേദാ കടിക്കും അത്. ഹലോ. കടിക്കും നിഷേട്ട. കടിക്കുവോ? കടിക്കും. ഇത് പാവാ. പരിചയമുണ്ടോ? ചെറിയ ക്യാമറ കേട്ടോ. ഇത് ചെറുതോ? ഇത് ചെറുതാ. വലിയ ക്യാമറ നീ കണ്ടിട്ടുള്ളല്ലേ? നീ ആ ജോർജിയ പോയപ്പോ കണ്ട ക്യാമലിനെ ഓർമ്മയുണ്ടോ? ജോർജിയ മുടിയൊക്കെ വളർന്നിട്ട് തണുപ്പത്ത് നേരെ കട്ടി മുടിയായിട്ട് ഒരു ക്യാമലിനെ കണ്ട് പേടിച്ച് വൃത്തിയിട്ടൊരു ജീവി കണക്കിരുന്ന് മുടിയുള്ള ക്യാമലിനെ കണ്ട ഓർമ്മയില്ല? നമ്മളാ ചേട്ടാ 5 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എനിക്ക് ആ ക്യാമറ എന്തോന്ന് കഷ്ടം. ഇവള് തന്നെ കണ്ട് അന്തം വിട്ടതാണ്. ക്ലിപ്പ് ആഡ് ചെയ്യാൻ എന്റെ ഇല്ല, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ. ഇതിന്റെ പല്ലൊക്കെ ചേട്ടാ ദൈവമേ. കമ്പി ഇടണം കേട്ടോ. ഹോഴ്സ് റൈഡ്. Do you wanna go? വാവ്, ഇത് ചെറിയ കുതിരയാണ് കേട്ടാ. ഇതിനെ വേറെന്തോ പറയും. പോണിയോ? പോണി. വേദ വരുമ്പോ വേദ പിടിച്ചോ. ആ നടക്കാം. ലെറ്റ്സ് ഗോ. കൊള്ളാല്ലേ? ഇത് പെപ്പ എങ്ങനെ പറയണേ? വേദയ്ക്ക് പറ്റിയ കുതിരയല്ലേ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഇത് your friends? വേദ your friends? नाम क्या है? नाम है नयाली. ആ ഇത് എവിടെ നിന്ന് ചോദിച്ചാടി? किधर से? चाइना. कितना साल है? 8 साल. 8 വയസ്സാ? വേദ ചിരിക്കേ. इसका बच्चा है. ചിരിക്കടാ. हां निशा ഇതിനെ കൊച്ചാ. इसका बच्चा है? हां. और कितना उम्र है? ഹാപ്പിയാണ്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു, ഇപ്പൊ ഹാപ്പിയായി. മുടിയൊക്കെ കണ്ട. You want this horse? You want to take this home? Yes or no? Camel. You want to take the camel? You want camel ride also? Why? Camel is very good, very tall. You don't want? Get down. It's enough. Get down. ക്യാമലിലും കൂടെ ചേർത്ത് 2 എണ്ണം ഒരു ഡിസ്കൗണ്ടിന് തരാന്ന് പറഞ്ഞു. ഇത്രയും ചെറിയ കുട്ടീനെ കേറ്റത്തില്ല. ചാടി ഇറങ്ങ്. എന്താ അങ്കിൾ? ബൈ. സേ ബൈ ടു അങ്കിൾ. അപ്പൊ നീ സംസാരിച്ചേടി ഇത്രയും ദൂരത്ത് നിന്ന് കേൾക്കുമെന്ന് നോക്കട്ടെ മൈക്ക്. അവള് പറയാണേ അവള് ഹോഴ്സിനെ കൈവച്ച് തൊട്ടുന്ന്. നല്ല ലൈറ്റിംഗ് അല്ലേ? കറക്റ്റ് സമയത്താണ്, സൺസെറ്റ് സമയത്താണ്. അതൊരു സ്റ്റേജ് ആണ് കേട്ടോ. ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം. മൈക്കും കാര്യമൊക്കെ ഉണ്ട്. അടുത്ത് മറ്റേ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സ്ഥലം. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇതായല്ലേ,
നമ്മള് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയ. അത് നമ്മൾ ഡിസംബർ ആയിട്ടാണ് നിന്നത്. പക്ഷെ ഇപ്പൊ അകത്ത് കയറിയപ്പോഴത്തേക്ക് അതെല്ലാം മാറി. ഇച്ചിരി പൊടി ഉണ്ടല്ലേ അമ്മ? പൊടി കാറ്റുള്ളോണ്ടാവും. മാത്രല്ല ഇത് ഫുള്ള് മണ്ണ് റോഡല്ലേ. അടിപൊളി അടിപൊളിയല്ലേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയി ഇരിക്കാൻ തോന്നുന്നു. ഇതോ അവിടെ ഭയങ്കര രസമല്ല. ഒരു പോർഷയുടെ ബോക്സ്റ്റർ ഇതോ പോകുന്നത് കാണാൻ വന്നു. നമ്മൾ ഓടി ഈ കുറച്ച് ഓഫ് റോഡ് കയറാൻ മടിച്ചിരുന്നപ്പോ പോർഷയൊക്കെയാണ് ഈ ഓഫ് റോഡ് കയറി പോകുന്നത് അല്ലേ. ഇതാ ലൈറ്റ് ഒക്കെ ഇട്ടാമോ? ഇവിടെ നോക്ക്, ഇവിടെ ഒരു വഴി വെട്ടിയേക്കണ. അടിപൊളി അല്ലേ. അച്ഛൻ്റെ കൂടെ വന്നേടാ. ഓക്കേ, വെൽക്കം. യു ഗോ വിത്ത് അച്ഛൻ. ഇത് നോക്കൊരു വാഷ് ബേസിൻ ആണ്. ഇത് നോക്കടാ, ഇതൊരു വാഷ് ബേസിൻ ആണ്. പണി കിടക്കുന്നേ ഉള്ളൂ. അവിടെ കല്ല് വെച്ചൊരു വഴി ഉണ്ടാക്കി വിട്ടേക്കുന്ന. എവിടെ? ഇവിടെ അങ്ങോട്ടായിരിക്കും റിസോർട്ട് ചിലപ്പം. ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സെറ്റപ്പ്. മണ്ണ് തെറപ്പിക്കല്ലേ പൊന്നോ. അടിപൊളി സൺസെറ്റ് ആണ്. നിഷാട്ട ഇങ്ങോട്ട് വരുവോ? നല്ല ക്ലൈമറ്റ് അല്ലേ. ഇവിടെ ഇപ്പൊ ഒരു 19 ഡിഗ്രിയൊക്കെ ഉള്ളു. നമ്മളൊക്കെ ജാക്കറ്റ് ഒക്കെ ഇട്ടാണ് ഇറങ്ങി. 19 ഡിഗ്രി ആണെങ്കിൽ കാറ്റിന്റെ എഫക്റ്റിൽ നമുക്ക് നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. ഈ ഗ്രീൻ കണ്ടോ, ഒരു ഭയങ്കര സ്പെഷ്യൽ ഗ്രീൻ. അത് എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെയുള്ള നോർമൽ ഗ്രീൻ ആണ്. അത് എനിക്ക് തോന്നിയാമോ, ഈ ഡെസേർട്ട് കണക്ക് കിടക്കുന്ന സ്ഥലത്ത് ഈ കുറച്ച് ഗ്രീൻ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നതാണ്. മനസ്സിലായോ? അല്ല, പക്ഷെ അവര് നല്ല ക്ലീൻ ആയിട്ട് നല്ല രീതിക്ക് വെച്ചിട്ടുമുണ്ട്. അവര് നല്ല ക്ലീൻ ആക്കി നോക്ക്. ഇടയ്ക്ക് നമ്മൾ ആ പോകുന്ന നടക്കാനുള്ള വഴി കറക്റ്റ് അറിയാൻ പറ്റുന്ന രീതിയിലേ അവര് ക്ലീൻ ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് വാടാ, ഇതിവിടെ തേൻ ശേഖരിക്കാനായിട്ട് തേനീച്ച കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെന്തോ പറയുമല്ലോ, ഹണി ട്രാപ്പ്. ഇതില് തേനീച്ചയൊന്നും ഇല്ല. സീസൺ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഏതാ ശവപ്പറമ്പ് കണക്കുണ്ട്. കുറെ ശവപ്പെട്ടി അടിക്കും. പേടിയാണ്. തേനീച്ചയുടെ ശവപ്പറമ്പ്. ഞാൻ എടുക്കണ ആളാ. എന്ത് എടുത്തോണ്ട് പോവോ? ഇപ്പൊ എടുക്കോ? അതെ, ഓടിപ്പോണോ? വേദിക്കുള്ള ആനിമൽസ് അവിടെ കാണുമെന്ന് പറയാ അമ്മേടെ അടുത്ത്. എടുക്ക്. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? ഇതിനകത്ത് നമുക്ക് കേറാൻ തോന്നുന്നുണ്ട്. ഇതൊരു മ്യൂസിയം ആണോ? വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കേറാവോടാ? അത് ഭംഗിയുണ്ട്. ഭയങ്കര ഇത് കേറുമ്പോഴേ ഭയങ്കര വേറൊരു നല്ല ഫ്രഷ് വേറൊരു മണം. ഒരു എന്താ പറയാ, ഒരു നാച്ചുറൽ മണം. ഈ മുളയുടെ ഒക്കെയാണോ, മണ്ണിന്റെ ഒക്കെ അല്ലേ. പിന്നെ തണുപ്പ് കൂടുമല്ലോ. ഇത് മണ്ണായതുകൊണ്ടായിരിക്കും. ഓ, ഇത് ഈ നമ്മൾ നിക്കുന്ന സ്ഥലം ഉണ്ടാക്കിയതിന്റെ ഫോട്ടോസ് ആണ് കേട്ടോ ഇത്. ഓ, ഇത് ഫുള്ള് കണക്റ്റഡ് ആണ് കേട്ടാമോ. ഇത് നോക്കി. ഓ അമ്മ, ഇത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ആൾക്കാരുണ്ടാക്കിയത്. Yeah, I'm looking. What is it? She made this home, I think. Right, Veda? Very beautiful, huh? It's an auntie, yeah. The picture looks very beautiful. See, this is a view from the window. Wow. Nice, അല്ലേ? അമ്മ ഇങ്ങോട്ട്. നീ എന്നെ റീൽ എടുക്കണം. Veda, which picture you like the most? കണ്ടോ തെളിവിക. ഇതൊക്കെ നോക്ക്. രാജസ്ഥാനിൽ നിന്ന് വന്നേടെ ഇവര്. എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ ചെന്നത് നേരത്തെ ഫോട്ടോ എടുക്കലെന്ന് പറഞ്ഞ ഖത്തറി കുട്ടികളുടെ അടുത്ത്. ഇത് അടയ്ക്കാനൊക്കെ പറ്റും ചേട്ടാ. ഓ, ഇവിടെ തല വെച്ചൊക്കെ കാറ്റ്, അടിപൊളി കാറ്റ്. ഇത് ഇവിടെ ഖത്തറിൽ നമുക്ക് വീടായിട്ട് ഇട്ടിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ. പക്ഷെ തണുപ്പ് കൊണ്ട് ചാവും. ഇതെന്തോ അറിയാമോ? ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു, ക്യാബേജ് ആന്ന് തോന്നുന്നു. മറ്റേത് ചോളല്ലേ? അറിയില്ല. ഇത് ചോളം. ഇവിടെ കറ്റാർവാഴയൊക്കെ നിൽക്കുന്നു. ഒരു തണ്ടെടുത്താലോ? എവിടെ? പക്ഷെ രാജസ്ഥാനിൽ നിന്നാണെന്ന് ഉറപ്പുണ്ടോ?
അത് മറ്റേ പിക്ചർ ഉണ്ടല്ലോ അവിടുത്തെ ലേഡീന്റെ അവിടുത്തെ ആളിന്റെ ഒക്കെ കണ്ടിട്ട് രാജസ്ഥാന്റെ കണക്കത്തെ ഡ്രസ്സിംഗ് ആണ് ഉള്ളത്. ഇവിടെ ഇവിടെ ബോർഡ് വാ ഞാൻ ഇവിടെ ഇവിടെ അല്ല ഞാൻ അപ്പുറത്താണ് നോക്ക് ആ ചെയറൊക്കെ നോക്ക്. ഇത് ശരിക്കും അങ്ങനെ അവർ ഇത്തിരി മെനക്കെട്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ ചെയ്യും. പിന്നെ ഇവിടെ ഇതിപ്പോ കാണുമ്പോ നമുക്ക് ഒരു ഡിഫറൻസ് തോന്നില്ലേ? എഴുതിയിരിക്കുന്നു. നമ്മ ഒന്ന് മാറി ആൾക്കാർക്ക് പോസ്റ്റ് ചെയ്ത് വാങ്ങിക്കായിരുന്നു. Men and women from small villages in Sindh. Sindh. How is the picnic? Good. You like it? Yeah. What do you like the most? The pony ride or the camel? Pony ride. You like this house? You like this house and the pictures? Yeah. You like the picture of the auntie? Yeah. Yeah, good. Now, Next, how is where the you wanna picnic go? going? If you like the picnic, give me a umma. Thank you. വേദ ഒന്ന് പോസ്റ്റ് ചെയ്തോ, ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തടാ. ഒരു ചിരി നോക്ക്, ഒരു ചിരി. എന്നാ പിന്നെ പോവാ. നടക്കുന്നില്ല. ലെറ്റ്സ് ഗോ. വണ്ടി ഇവിടെ വരെ വരുമായിരുന്നല്ലേ നമ്മൾ. അത് പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മറ്റേ ബ്രഞ്ചിന് എടുത്തോർക്കേ പറ്റുള്ളൂ. എനിക്ക് തോന്നാമോ കൊറേ ആൾക്കാർ നോക്കാറുണ്ടെന്ന് കേട്ടോ. ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇത്രയും ക്ലീൻ ആയിട്ടൊന്നും ഇരിക്കില്ല. അവര് ഓർഗാനിക് ഇത് വെച്ചിട്ട് ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് ഇവരിവിടെ ഒരു എന്താ പറയാ ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഒരു മെനു, അതായത് ഒരു 4-5 ഐറ്റംസിന്റെ ഒരു മെനുയുടെ ഒരു ബുഫേ എന്ന് പറയാൻ പറ്റൂല, എന്താ അവർ പറഞ്ഞു ഫിക്സ്ഡ് മെനു ഉണ്ടെന്നാണ് പറയുന്നത്. അത് അതേ ഉള്ളല്ലേ, ബുഫേ ഒന്നും നമ്മൾ നോക്കി മെനു ചിക്കൻ്റെ ഒരു ഐറ്റം. പക്ഷെ നോർമലി ഇങ്ങനെ അതായത് ജസ്റ്റ് ഈ സ്ഥലം എൻജോയ് ചെയ്യാനായിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ 3:30 ശേഷം വരുന്നതായിരിക്കും നല്ലത്. കാര്യം ഞങ്ങള് കുറെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കണ്ടു, വ്ളോഗ് അല്ല റീല്, പക്ഷെ അതിലൊന്നും ഇങ്ങനെ ടൈമിങ്ങിനെ പറ്റി ടൈമിംഗ് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ആക്ച്വലി നേരത്തെ വന്നു, പിന്നെ ഡിലേ കാരണം പോയി KFC ഫുഡ് കഴിച്ച് വരേണ്ട ഒരു ഇതായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, എൻജോയ്. ഞാൻ പറഞ്ഞില്ല അടുത്ത ലാൻഡ് ക്രൂസർ, ഞാൻ പറഞ്ഞില്ലേ പഴയ സ്ഥലവും അടിപൊളി വണ്ടികളും ഒക്കെയാണ്. 4 ഡിജിറ്റ് അല്ല 5 ഡിജിറ്റ് നമ്പർ ആണ്. ഈ സൂര്യന്റെ ലൈറ്റ് വരുമ്പോ ഉള്ള ഭംഗിയാണ് ലോകത്ത് നമ്മൾ ചെന്ന മിക്ക സ്ഥലങ്ങളിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് അല്ലേ. അതെ, ഇതെനിക്ക് ജോർജിയയിൽ ഓർമ്മയുണ്ട്, അത് എനിക്ക് നേപ്പാളിൽ ഓർമ്മയുണ്ട്. നേപ്പാളിൽ രാവിലെ വേദപ്പിടി 2 വണ്ടി ഒരുമിച്ചിരുന്നു. നിനക്ക് നേപ്പാളിൽ ഓർമ്മയുണ്ടോ അവിടുത്തെ സൺറൈസ്? മറ്റേ നാഗർകോട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിൽ ഒരു സൺറൈസ്. ഓ മൈ ഗോഡ്, നമ്മൾ ലൈഫിൽ കണ്ടുള്ള ഏറ്റവും വലിയ രാവിലെ മോർണിംഗ് വ്യൂ വിത്ത് ഹിമാലയ ഓൺ ദ ബാക്ക്ഗ്രൗണ്ട്. വളരെ നൈസ് ആയിരുന്നു. അതിന്റെ വീഡിയോ പിന്നെ ഇതിൽ പിൻ ചെയ്യാൻ കേട്ടോ. അത് ശരിക്കും കാണാണ്ടല്ലോ അല്ലെ, അടിപൊളിയല്ലേ. അതിൽ കാണിക്കും, നമുക്ക് ഹിമാലയൻ ദൂരം നിന്ന് കാണാൻ പറ്റും, ഹിമാലയ മൗണ്ടൻ റേഞ്ചസ്. സോ സൺസെറ്റ് ആണ് കേട്ടോ. ഈ സൈഡിൽ ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട, ഇങ്ങനെ ഫുള്ള് കണ്ണിൽ അത് കാണുന്നതാണ് ഏറ്റവും ഭംഗി. ഇപ്പൊ ഈവൻ വർക്കലയാണെങ്കിലും മിക്ക സ്ഥലങ്ങളിലും, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പോയ ഫോർട്ടിലാണെങ്കിലും എല്ലായിടത്തും സൺസെറ്റ് ആയിരുന്നല്ലേ അവിടെ ഭംഗി. ഇതൊക്കെ കൃഷിയാട്ടോ, പക്ഷെ എന്തിന്റെ കൃഷിയാന്ന് അറിയില്ല. ഇതൊക്കെ ഫുൾ എന്തിൻ്റെയൊക്കെയോ വെജിറ്റബിൾസിന്റെ കൃഷിയായി. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്നുള്ള വെജിറ്റബിൾസ് തന്നെയാണ് അവിടെ ഓർഗാനിക് വെജിറ്റബിൾസ് അവിടെ വിൽക്കാൻ വെച്ചേക്കുന്നതും. ഇവിടുത്തെ അതുപോലെ പറഞ്ഞില്ലായിരുന്നു ഒരു ബ്രഞ്ചിൻ്റെ കാര്യം, അവിടെ അതിൽ സെർവ് ചെയ്യുന്നതെല്ലാം ഇവിടുത്തെ ഈ ഓർഗാനിക് ഫുഡാണെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ വരുമ്പോ ഇയാള് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, ഇയാള് ഭയങ്കര കലിപ്പ. നമ്മളാളെ കുറ്റം പറഞ്ഞ ആള് വന്നിട്ട് വീഡിയോ എടുക്കണമെന്ന്. നിങ്ങളാണ് ഓടി കാറിൽ വന്നത്, നിങ്ങൾ ഇവിടെ നിന്നൊന്ന് കണ്ണൊക്കെ അടച്ച് കാണിച്ചിട്ട് ഇങ്ങോട്ട് അടുത്തേക്ക് വന്നേ. അപ്പൊ വേദ ചോദിച്ചു, വേദ what did you ask to the uncle? What did you ask to the uncle? Are you? കണ്ട, he is angry എന്ന്. Why are you angry എന്ന് ചോദിച്ചു. അത് ചോദിച്ചു അതിൽ അയാൾ വായിച്ചു. ആക്ച്വലി അയാളുടെ ജോലി ആയതുകൊണ്ട് അയാള് അത് വന്ന് ചെയ്തതാന്ന്. ഇപ്പൊ അയാൾക്ക് കലിപ്പാവുമായിരിക്കും, അതായിരിക്കും. എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോകുന്നു. സൺസെറ്റ് ഉണ്ടാവാ. പോവാടേ, അവർ അവസരം തന്നെന്ന് വെച്ചിട്ട് നീ മുതലെടുക്കണം കേട്ടാ.
കണ്ടിട്ട് കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അവിടെ പോകാം. ഞാനും പോക്കറ്റ് കേട്ടു. ഡേയ് ഫ്രീക്ക് സ്റ്റാർ രാജമ്മ പോവാം. ഇങ്ങനെ നടന്നിട്ട് ഇപ്പൊ വീടെന്നാണ് ഈ സ്റ്റൈലും കാണിച്ച് നടന്നിട്ട്. പക്ഷെ അയാളുടെ ഡ്യൂട്ടി ആയിരിക്കും ചിലപ്പോ ഇവിടുന്ന് എല്ലാരും ഇറക്കി വിടാം കേട്ടാ. സംഭവം എന്തെന്നറിയോ, സംഭവം നമ്മള് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ അയാൾക്ക് എന്തൊരു കത്തി, അപ്പൊ അതുകൊണ്ട് അയാൾ പേടിച്ചിട്ടാണ് ചുമ്മാ ഒരു ന്യായം പറഞ്ഞത്. അപ്പൊ കുറെ നാൾക്ക് ശേഷം നമ്മൾ പ്രോപ്പർ ഒരു വ്ളോഗ് മൈക്കിലൊക്കെ എടുത്ത് എടുത്തിരിക്കുകയാണ്. ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ എടുക്കും. ഒരുപാട് വീഡിയോ ആക്ച്വലി എടുത്ത് വെച്ച് സ്പേസ് ഇല്ലാത്ത ഡിലീറ്റ് ചെയ്തു, അങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചൊക്കെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ ഒന്നാമത്തെ കാരണം മടി, രണ്ടാമത്തെ കാരണം സമയമില്ലായ്മ. അപ്പൊ പിന്നെ പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ പുതിയ വീഡിയോ എടുക്കുമ്പോൾ സ്പേസ് ഇല്ലാത്തത് പഴയ ഡിലീറ്റ് ചെയ്യും. ഏതോ പോയി കളിക്കുന്നത്. സോ ഇനിയിപ്പോ നമ്മള് ഉള്ള വ്ളോഗ്സ് ഒക്കെ, അതായത് നമ്മൾ പെട്ടെന്ന് എടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കാഴ്ചകളും നമ്മൾ കാണുന്നത് നമ്മളുടെ നമ്മളുടെ വ്യൂസിൽ കൂടി, അതിനെങ്ങനെ പറയാ, നമ്മുടെ കാഴ്ചപ്പാട് നീ പറയാം. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അടുത്തത് ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വ്ളോഗ് കാണുമ്പോഴേക്കും ബൈ ബൈ.